ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മങ്കയം വാട്ടർഫാൾസിന്റെ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി. തിരുവനന്തപുരം, നെടുമങ്ങാട്, വിതുര, പാലോട് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വാട്ടർഫാൾസ് ആണ് മങ്കയം വാട്ടർഫാൾസ്. പച്ചപ്പും മലകളും വറ്റാത്ത ശുദ്ധജലം കൂടിയുള്ള ഈ വെള്ളച്ചാട്ടം പ്രകൃതി ഭക്തർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ആകർഷകമാണ്. മങ്കയം, കാളക്കയം, കുരിശടി എന്നീ പേരുകളാൽ ഇവിടം അറിയപ്പെടും. കാളക്കയം എന്ന് കേട്ടപ്പോൾ നിങ്ങളിൽ ചിലരിൽ തോന്നിയതുപോലെ തന്നെ എനിക്കും തോന്നി, ഇതെന്താ ഇങ്ങനെയൊരു പേര്. അങ്ങനെ ഞാൻ എൻ്റെ മദർലായോട് ഞാൻ ചോദിച്ചു, ഇതെന്താ കാളക്കയം എന്ന് പേര് വരാൻ കാരണം. ഇപ്പോഴാണ് ആ സ്റ്റോറി അറിയാൻ കഴിഞ്ഞത്. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രേമൂർ എസ്റ്റേറ്റിൽ നിന്നും ചരക്കുമായി വന്ന കാളയും വണ്ടിയും ആളും ഈ കയത്തിലേക്ക് വീണുവെന്ന്. അന്ന് കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ കാളയും വണ്ടിയും ആളെയും പിന്നെ എത്ര തിരഞ്ഞിട്ടും കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2018 പ്രളയത്തിന് ശേഷം ഇവിടെ ശക്തമായ വെള്ളത്തിന്റെ കുത്തൊലിപ്പ് കാരണം കുളിക്കാൻ പറ്റിയുന്ന 2 സ്പോട്ടുകളും വലിയ കയമായി രൂപപ്പെട്ടു. നീന്തൽ വശമില്ലാത്ത പലരും ഈ കയത്തിൽ ഇറങ്ങി മരണപ്പെട്ടതിന് ശേഷം ഇവിടെ ആരെയും ഇറക്കാറില്ല. പക്ഷെ വാട്ടർഫാൾസുകളിൽ ആർക്കും ഇറങ്ങി കുളിക്കാൻ കഴിയില്ല എന്നുള്ള വിഷമത്തോടു കൂടി ആരും തിരിച്ചു മടങ്ങേണ്ടതില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം നീന്തി കുളിക്കത്തക വെണ്ണ സൗകര്യം താഴെയുണ്ട്. പിന്നെ കുളിയൊക്കെ പാസ്സാക്കി നിങ്ങൾ തിരിച്ചു മടങ്ങി വരുന്ന വഴിയിൽ ഇടിഞ്ഞാറ്റിൽ ഇറങ്ങി നിങ്ങൾക്ക് ആ പ്രകൃതിയൊക്കെ വന്ന് ആസ്വദിച്ച് ഹാപ്പിയായി മടങ്ങാവുന്നതാണ്. മലയോര പ്രദേശങ്ങളിൽ ഫ്ലാഷ് ഫ്ലഡുകൾ സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന സന്ദർശകർ വിളിച്ച് തിരക്കിയതിനു ശേഷം മാത്രം ഇവിടെ സന്ദർശിക്കുക. അപ്പം മങ്കയം വാട്ടർഫാൾസിന്റെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക്സ്.